അബ്ബാസേ, അബ്ബാസേ, എന്തിനാണോ തൊണ്ട കീറിങ്ങനെ വിളിക്കുന്നത് പഹയാ? എന്തിനാണോ എന്നെ അവിടെ കൊണ്ടുപോകുന്ന എനിക്കറിയോ? എന്നെ ഞാനൊന്ന് കുളിച്ചു. ഇനി കുറെ കാലം കുളിക്കാന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ വൈബും കാര്യങ്ങളും ഞാൻ കാണിച്ചു. എന്നെ ഞാനൊന്ന് കുളിപ്പിച്ചിട്ടായിരുന്നു. ഇവിടെ വാടാ, ഓടാ. അല്ലേ നീ ഇന്നിപ്പോ ഒന്ന് കുളിപ്പിക്കാനാ കൊണ്ടുവന്നത്? എനിക്ക് ഇവിടെ ഒന്ന് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് നിന്റെ ആടെ കിണറും വെള്ളമൊക്കെ അല്ലേ. പിന്നെ ഞാൻ ഇതിനെ ഇവിടെ ഒന്ന് വിളിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ചു. നീ വലിയ സംഭവമാക്കി ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നല്ലേ? വലിയ എന്തൊക്കെയോ കാണാനുണ്ട്, ഇവിടെ ഭയങ്കര വൈബാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാ. നീ ആദ്യം ഒന്ന് കുളിക്കാൻ പാത്തേ. നീ രാവിലെ കുളിക്കാണ്ടല്ലോ എന്റെ പേര് പോകുന്നത്. ആദ്യം എന്റെ മണവും കാര്യങ്ങളൊക്കെ നടത്തും. വാ, എന്നിട്ട് എനിക്ക് ആദ്യം കുളിച്ചിട്ട് ഇവിടുത്തെ വൈബ് അങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നാട്ടിന്റെ അങ്ങനെ ആണെങ്കിൽ അമ്മയുടെ കുളിച്ചാളാം. നീ ഏതായാലും പറയല്ലോ കുളിക്കാൻ, നമ്മുടെ കുളിച്ചാളാം. വാ പഹയ നീ ഇങ്ങനെ ഭരിക്കുന്നത് നിന്റെ താടോ പറയും. അയ്യോ ഇപ്പൊ ഇങ്ങനെ പിടിച്ച് വലിച്ചപ്പാടുന്നു. പിന്നെ ഞാൻ അബ്ബാസെ ഈ ആണെന്ന മാളം കാണിക്കാനല്ല കൊണ്ടുപോകുന്നത്. അബ്ബാസെ നമ്മളൊന്ന് കുളിച്ചാളാ. എന്നിട്ട് ഞമ്മക്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഒരുപാട് കാണാൻ, തീർന്നത് വരെ കാണാൻ. വാ. അല്ലേ നീ പറഞ്ഞോണ്ട് തന്നെ നല്ല രസമുണ്ടല്ലോ, പൂവൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. അല്ലേ അല്ലേ രണ്ട് ചക്ക കാണുന്നുണ്ടല്ലോ. അപ്പൊ കിട്ടി നമ്മ പുഴുങ്ങിയിരിക്കും ഇപ്പൊ. നീ ഇവിടെ വന്നാലബ്ബാസെ പേരക്കയും ചക്കയും പല ഫ്രൂട്ട്സും കാണും. പക്ഷേ അതിലൊന്നും നമ്മൾ കൈ വെക്കാൻ പാടില്ല. ഇവിടെ വൈബ് ആസ്വദിക്കുക, പോവുക. അല്ല ഇനി അത് പറിക്കാനോ തൊടാനൊന്നും നമ്മക്ക് അവകാശമില്ല. ഓക്കെ, നമ്മളെ കാണാന്നല്ലാണ്ട് ആസ്വദിക്കാനല്ലാണ്ട് പറക്കുകയും തിന്നി ഒന്നും ചെയ്യരുത്. തത്തമ്മ, തത്തമ്മയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നല്ല രസം കിട്ടോ കാണാന്. ഈ പറഞ്ഞോൾ തന്നെ ആണില്ലേ. അതാണ് അബ്ബാസ് എന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ തത്തുമ്മയും പാത്തുമ്മയും ഒക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു എനിക്ക് കാണിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് ഇവിടെ എനിക്ക് കുളിക്കുന്നല്ല, എനിക്ക് കുറെ കാണാനുണ്ട് പറഞ്ഞടാ. വേണ്ടതാ എല്ലാരും ഉണ്ട്. അല്ലേ പൂളൊക്കെ എങ്ങനെ പോവപ്പോ? ഇത് പൂട്ടിട്ടിരിക്കുന്നല്ലോ. ഒന്നും പ്രശ്നമല്ല, എനിക്ക് അതിനൊന്നും വിഷയമല്ല. ഞാൻ നൂണ്ടായിട്ട് പോകും. നിങ്ങളല്ല ഇവിടെ പഹയാ. ഇത് ലോക്ക് ഇടാണ്ടാണ് പൂട്ടിയത്. അത് പൂട്ടാരോ അടിച്ചു മാറ്റുന്നതിന് അങ്ങനെ പൂട്ടിയിരുന്നത്. അതിങ്ങനെ അങ്ങോട്ട് തുറക്കാൻ വേണ്ടി. ഇനി ഏത് കോപ്പിലേക്ക് അടുപ്പ് കയറി പോയത്? ഇങ്ങനെ തുറന്നാ പിന്നെ ഇങ്ങനെ ഉരുണ്ട് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങോട്ട് പാടാ അബ്ബാസെ. എങ്ങനെ ഉണ്ട് നോക്ക് സ്വിമ്മിംഗ് പൂള്. എമ്മാതിരി വൈബാ, ഒരു രക്ഷയില്ല കേട്ടോ. എന്താണ് മോനെ, ഒരു രക്ഷയില്ല. അടിപൊളി തന്നെ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വളരെ കണ്ടോക്ക്, സൂപ്പർ. ഇല്ലേ ഇവിടെ സീറ്റൊക്കെ ഇട്ടിരിക്കുന്നല്ലോ. മയൊന്നും കൊള്ളൂല, നല്ല സുഖമാണ്. മയം കൊള്ളാണ്ട് നല്ലോണം കുളിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇഷ്ടാറാണല്ലോ, അടിപൊളി. പഹയാ സീറ്റ് അല്ലടാ, അത് സോളാറാണ്. സോളാർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട്. നോക്കി നോക്കി, എമ്മാതിരി വൈബിലാ സെറ്റ് ചെയ്ത് നോക്കി. ഇതാണ് സോളാർ എന്നാണ് സംഭവം. എമ്മാതിരി വൈബാ. ഞാൻ കുളിച്ചിട്ടൊന്ന് പോവും. എമ്മാതിരി ഞാൻ കുളിച്ച് ഉറപ്പാന്ന്. കുളിച്ച് തിമിർക്കും ഞാൻ. അമ്മാതിരി അബ്ബാസ ചാടല്ലേ, ചാടല്ലേ. ചാടണമെങ്കിൽ ഓരോ പെർമിറ്റ് വേണം. അതിന് നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ടിയുണ്ട്, എന്നാലും ഇവിടെ ചാടാൻ കുളിക്കാൻ പറ്റും. അല്ലെങ്കിൽ റിസോർട്ട് എടുത്തു കഴിഞ്ഞ് ഒരു പറയുന്ന എമൗണ്ട് റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാടി കുളിക്കാം എത്ര മണിക്കൂറും. നിങ്ങൾക്ക് അതിന് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എത്ര സമയം കുളിക്കാനാകുന്നു അത്രയും നിങ്ങൾ കുളിക്കും. വാ അബ്ബാസെ, നമുക്ക് ഇവിടെ കുളിക്കാൻ പറ്റില്ല. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു. ആ ടിക്കറ്റ് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് എല്ലാ വൈബും ഒന്ന് കാണാം, കണ്ടൊന്ന് ആസ്വദിക്കാം. വാ വാ അബ്ബാസെ.
ശിവ, ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വരിക. ബ്രീസ് ലാൻഡ്. ഇനി ഇന്നിപ്പോ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും ഇനി എന്നോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് വാപ്പാത്തെ, എനിക്ക് ഞാൻ കാണിച്ചിട്ട് ഇതിന്റെ പേരും കാര്യങ്ങളും. ഇതാ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? എന്നാ വായിച്ചതാ. ബ്രീസ് ലാൻഡ്.